ഡോക്ടർ ആയി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. സർവീസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രാഞ്ച് അനുസരിച്ചായിരിക്കും. ഇപ്പൊ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും അതെ, പീസ് ആണെങ്കിലും അതെ, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്ന് പറയാം. അത് പിടിയിട്ടില്ല, ഈ സാറ്റിസ്ഫാക്ഷനും മെന്റൽ പീസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണോ? അത് എന്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം, കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മളൊരു കുറച്ചുകൂടെ ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് നമ്മൾ ഫ്യൂച്ചറിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, പക്ഷെ നമുക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അപ്പൊ മെന്റൽ പീസ് കുറവായിരിക്കും. അങ്ങനെ വർക്ക് ലോഡ് കൂടുമ്പോഴേക്കും മെന്റൽ പീസ് കുറയും, അതാണ് ഉദ്ദേശിച്ചത്. സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് ഉണ്ടാവും. നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനനുസരിച്ച് ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യുക. എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ഇപ്പൊ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൽ എല്ലാവർക്കും ഒരു 1 month ലേബർ റൂം പോസ്റ്റിംഗ് ഉണ്ടായി. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നാളെ ബേബീസിനൊക്കെ എടുക്കാനൊക്കെ പറ്റി. അതെ, ബേബീസിനെക്കാളും മദേഴ്സിനെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ വിഷമങ്ങളിൽ നമ്മൾ അവർക്ക് റിലീഫ് കൊടുക്കുമ്പോൾ വലിയൊരു കാര്യമാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. എന്തായാലും ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഒരു ആശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി, റിപ്പീറ്റ് ചെയ്യുന്നവരായാലും ശരി, നല്ല നല്ല ഡോക്ടേഴ്സ് ആവുക.